കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ വളാഞ്ചേരി ബ്ലോക്ക് സമ്മേളനം വോൾഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നഗരസഭാ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ വളാഞ്ചേരി ബ്ലോക്ക് സമ്മേളനം വോൾഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കേരളത്തിലെ അയൺ ഫാബ്രിക്കേഷൻ ജനറൽ എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉടമകളുടെ ഐക്യവും ക്ഷേമവും പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകൃതമായ സംഘടനയാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ. കാസർഗോഡ് വെച്ച് ജനുവരി 27-ന് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായി 14 ജില്ലകളിലും മേഖലാ ബ്ലോക്ക് സമ്മേളനങ്ങൾ നടന്നുവരുന്നതിന്റെ ഭാഗമായാണ് വളാഞ്ചേരി ബ്ലോക്ക് സമ്മേളനം സംഘടിപ്പിച്ചത്. നഗരസഭാ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുതിയ കെട്ടിടങ്ങളായാലും മറ്റു വീടുകളായാലും ഒക്കെ അതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഇവിടെ സംസാരിച്ച സമയത്ത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സംഘടനാ തലത്തിൽ സംഘടനയുടെ അംഗങ്ങളായ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ അതൊരു കൂട്ടായ്മ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ. ബ്ലോക്ക് പ്രസിഡന്റ് വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KP വാസുദേവൻ പെരിന്തൽമണ്ണ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AP ഉണ്ണി മഞ്ചേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സവീദ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഹാരിസ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് ശിവദാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. നല്ല രൂപത്തിൽ ആളുകളെ സംഘടന കഴിയുന്നു. നമുക്ക് നമ്മുടെ ഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ തന്നെ ആ കുടുംബത്തിന് 1,70,000 രൂപ നമുക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സംഘടനയുടെ ഫലം കൊണ്ടാണ് ആ 2010 തുടങ്ങിയ സംഘടന 2024 എത്തിയപ്പോൾ നമ്മുടെ സംഘടന വളർന്നു വലുതായ ജില്ലയിലാകട്ടെ ഒരു സംഘടിത രൂപത്തിലായി വളർന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരത്തിലൊരു സഹായം. നല്ലൊരു ശതമാനം ഫാബ്രിക്കേഷൻ വർക്കുകൾ മൊബൈൽ വർക്കേഴ്സ് കൊണ്ടുപോകുന്നത് നിയമം മൂലം തടയണമെന്നാണ് സമ്മേളനത്തിലൂടെ അധികാരികളെ അറിയിച്ചത്. അനധികൃതമായി വർക്കെടുക്കുന്ന ഇത്തരക്കാർക്ക് വൈദ്യുതി ബോർഡ് വൈദ്യുതി കണക്ഷൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടും നിയമാനുസൃതമായി സ്ഥാപനങ്ങൾ നടത്തുന്ന ചെറുകിട ഇൻഡസ്ട്രിയൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും ക്ഷേമനിധി അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിധിയിൽ നിന്നും വെൽഡിംഗ് യൂണിറ്റുകളെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുന്നതാണ് സമ്മേളനം വഴി ലക്ഷ്യം വെച്ചത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.